മോട്ടിവേഷൻ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും പറയുന്നതൊക്കെ എനിക്കും പറയാനുള്ളൂ. പിന്നെ ഒരു ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ എല്ലാവരും പറയുന്നതിൽ എല്ലാവരുടെയും ജേർണിയിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. അപ്പം ഞാൻ എൻ്റെ ജേർണി പറയാമെന്ന് വെച്ചു. ഞാൻ ഈ പറഞ്ഞ പോലെ ഗോയിങ് ബാച്ചിൽ കിട്ടിയ ഒരാളായിരുന്നല്ലോ. അപ്പോൾ നിങ്ങളൊക്കെ ഇപ്പോൾ +2, അത് നിങ്ങൾക്ക് ഇപ്പോൾ ക്രൂഷ്യൽ ടൈമാണ്. നിങ്ങൾക്ക് ഇപ്പോൾ തീരുമാനിച്ചാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഗോയിങ് ബാച്ചിൽ സുഖമായി പോകാൻ പറ്റാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങളോട് എൻ്റെ ജേർണി പറയാം. അപ്പം ഈ +1 ഒക്കെ ആയപ്പോൾ എനിക്കൊരു താത്തയുള്ളത്. താത്ത ഫസ്റ്റ് ഈ പറഞ്ഞ പോലെ ഗോയിങ് ബാച്ചിൽ കയറിപ്പോയ ഒരാളാണ്, MBBS തന്നെ. അന്ന് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ MBBS ചെയ്ത ഒരാളാണ്. അപ്പോൾ താത്താനെ കണ്ടപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ഫസ്റ്റ് ചാൻസ് കിട്ടാൻ പറ്റും എന്നുള്ളൊരു കാര്യം. ഫസ്റ്റ് ഓഫ് ഓൾ അത് മനസ്സിലാക്കുക, അത് കിട്ടാൻ ഒരു ഇമ്പോസിബിൾ കാര്യമോ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. കുറേ പേര് പറഞ്ഞ പോലെ ഭയങ്കര ഇൻ്റലിജൻറ്റ് സ്മാർട്ട് ആൾക്കാർ മാത്രമല്ല ഗോയിങ് ബാച്ചിൽ ഈ പറഞ്ഞ പോലെ കയറിപ്പോണത്. ആരാണ് വർക്ക് ചെയ്യുന്നത്, അതും സ്മാർട്ട് വർക്ക് ഈ പറയുന്ന പോലെ വേണ്ട ഡയറക്ഷനിൽ വർക്ക് ചെയ്യുന്നത്, അവർക്കൊക്കെ ഈ ഗോയിങ് ബാച്ചിൽ കിട്ടാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങളോട് എനിക്ക് സ്പെഷ്യലി പറയാനുള്ളത്, നിങ്ങൾ ഇപ്പോൾ ഒന്ന് ട്രൈ ചെയ്താൽ, ഇപ്പോൾ ഒന്ന് വിചാരിച്ചാൽ ഗോയിങ് ബാച്ചിൽ കിട്ടുമെന്ന് വിചാരിച്ചാൽ നിങ്ങളെ കൊണ്ടൊക്കെ പറ്റാവുന്നതേ ഉള്ളൂ. പിന്നെ കൺസിസ്റ്റൻ്റ് ആയി പഠിക്കുക. അതായത് നമ്മൾ കുറേ പ്രാവശ്യം എക്സാമൊക്കെ ആവും, റാങ്ക് നോക്കണ്ട, നമ്മൾ ആ മാർക്ക് കീപ്പ് ചെയ്ത് പോവാം. അതിപ്പോൾ ഞാൻ UG ആണെങ്കിലും ഇവിടെ +1 +2 ഇവിടെ കുറേ എക്സാം ഞാൻ യൂണിവേഴ്സിറ്റിയിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ പറഞ്ഞ പോലെ സൺഡേ ബാച്ചായിരുന്നു, ട്യൂഷൻ ബാച്ചായിരുന്നു. അപ്പോൾ ഞാൻ ആ സൺഡേ വരും, രാവിലെ 7 മണിക്ക് എന്നിട്ട് ലൈബ്രറിയിൽ ഇരിക്കും. പിന്നെ 8 മണിക്ക് ക്ലാസ് തുടങ്ങുമല്ലോ, ആകെ 1 മണിക്കൂറൊക്കെ ഇരിക്കുമല്ലോ രാവിലെ. അത് കഴിഞ്ഞിട്ട് 4:30 വരെ ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ 1 മണിക്കൂർ ലൈബ്രറിയിൽ ഇരിക്കും. ആകെ സൺഡേ. സാറ്റർഡേയും വരാൻ പറ്റാറുണ്ടായിരുന്നില്ല, കാരണം സ്കൂൾ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. അത് കഴിഞ്ഞിട്ട് അങ്ങനെ 2 കൊല്ലം പഠിച്ചിട്ട്, പക്ഷേ AF സാർ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് എല്ലാ മോക്ക് ടെസ്റ്റും എല്ലാ എക്സാം എഴുതിക്കോ, ഈ റിപ്പീറ്റേഴ്സും UPS ഇവരൊക്കെ എക്സാം വരുമ്പോൾ ഇവർ കൂടെ എഴുതാൻ എപ്പോഴും AF സാറിനോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതും ഈ പറഞ്ഞ പോലെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഉമ്മാനെയും കൂട്ടി, എൻ്റെ ഉമ്മാക്ക് രാത്രി ഞാൻ തിരിച്ചു പോകുമ്പോൾ ഒറ്റയ്ക്ക് പോകണ്ടെന്ന് വെച്ചിട്ട് ഉമ്മയും ബസ്സിൽ വരായിരുന്നു എക്സാം എഴുതാൻ വേണ്ടി മാത്രം. അപ്പോൾ കുറേ മോക്ക് ടെസ്റ്റുകൾ ഞാൻ എഴുതിയിട്ടുണ്ട്. പക്ഷേ ഈ മോക്ക് ടെസ്റ്റുകളിലൊന്നും എനിക്ക് റാങ്ക് ഉണ്ടായിരുന്നില്ല സത്യം പറഞ്ഞാൽ. ഫസ്റ്റ് 50-ലോ ഫസ്റ്റ് 100-ലോ ഒന്നും പെടാത്ത ഒരാളായിരുന്നു ഞാൻ. അത് +1 ആയാലും +2 ആയാലും. പക്ഷേ ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുമായിരുന്നു. മാർക്ക് ഒരു മാർക്ക് എൻ്റെ ലെവലിൽ മാർക്ക് ഉണ്ടായിരുന്നു. ആ മാർക്ക് ഞാൻ എല്ലാ എക്സാമും പഠിച്ചിട്ടേ എഴുതുള്ളൂ. പഠിക്കാതെ ഒരു എക്സാമും വെറുതെ വന്ന് ഞാൻ എഴുതിയിട്ടില്ല. അപ്പോൾ ഞാൻ അങ്ങനെ എഴുതിയിട്ട് ഫസ്റ്റ് ചാൻസിൽ കിട്ടണം എന്നുള്ളൊരു വലിയൊരു ആഗ്രഹമായിരുന്നു. പക്ഷെ എവിടെയെങ്കിലും കിട്ടിയാൽ എവിടെയും പോവാം എന്നുള്ളൊരു ഇതിലായിരുന്നു ഞാൻ പഠിച്ചത്. പക്ഷേ എക്സാം എഴുതിയപ്പോൾ എനിക്ക് അന്ന് കീമിൽ 287 റാങ്ക് കിട്ടി. 287 കിട്ടിയപ്പോൾ സത്യം പറഞ്ഞാൽ ആ സന്തോഷത്തിൽ അവിടെ തൃശ്ശൂർ പോയി ചേർന്നപ്പോൾ അവിടെ നോക്കിയപ്പോൾ അവിടെ കുറേ പേര് ഫസ്റ്റ് ചാൻസിൽ കിട്ടിയ ആൾക്കാർ അവിടെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി, ഇതിപ്പോൾ ഞാൻ മാത്രമല്ല, വലിയൊരു കാര്യമൊന്നുമല്ല, ഇത് കിട്ടാവുന്നൊരു കാര്യം തന്നെ ഉള്ളൂ. കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്ത ആൾക്കാരൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്. ഈ ഫസ്റ്റ് ചാൻസിൽ വന്ന ആൾക്കാർ ഭയങ്കര ഇൻ്റലിജൻറ്റ്, വലിയ ബ്രൈറ്റ് ഒന്നും അല്ല. ഇവരൊക്കെ പഠിക്കാൻ റെഡി ആയിട്ടുള്ള ആൾക്കാർ, അതായത് എക്സാമൊക്കെ എഴുതി ഒരിക്കലും ഉണ്ടാവണം മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ, അവരൊക്കെ ഫസ്റ്റ് ചാൻസിൽ കിട്ടി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ ശ്രമിച്ചാൽ, നിങ്ങൾക്ക് +2കാരാണ് ഇപ്പം തീരുമാനിക്കുക എന്താ ആവേണ്ടേ എന്നുള്ളതൊക്കെ. അങ്ങനെ വർക്ക് ചെയ്താൽ നിങ്ങൾക്കും സുഖമായിട്ട് ഗോയിങ് ബാച്ചിൽ തന്നെ എവിടെയെങ്കിലുമൊക്കെ കയറാൻ പറ്റാവുന്നതേ ഉള്ളൂ. പിന്നെ എന്ന് വെച്ചാൽ ഈ ഒരു പ്രായം എന്ന് പറയുമ്പോൾ ഭയങ്കര കുറേ ആഗ്രഹങ്ങളും കുറേ ഡിസയർ ഈ പറഞ്ഞ പോലെയൊക്കെ ഉള്ളതായിരിക്കും. എനിക്ക് ഓർമ്മയുണ്ട് ആ സമയത്ത് എന്നോട് ഈ പറഞ്ഞ പോലെ ഒരു മാം ഞങ്ങളുടെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എല്ലാവരും ഇന്ന് വീട്ടിൽ പോയിട്ട് ഒരു പേപ്പറിൽ എഴുതി വെക്കുക, നിങ്ങൾ ഹൗ ഡു യു സീ യുവർ സെൽഫ് ആഫ്റ്റർ 10 years. 10 കൊല്ലം കഴിഞ്ഞിട്ട് നിങ്ങൾ എവിടെ ഏത് പൊസിഷനിലാണ് കാണുന്നതെന്ന് ഞാൻ +1 ആയപ്പോൾ ഇതൊരു ഫസ്റ്റ് ഡേ തന്നെ ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ എഴുതി വെക്കുക, ആരോടും ഒന്നും പറയണ്ട, നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പം ഞാൻ കുറേ ഇരുന്ന് ആലോചിച്ചു എനിക്ക് എന്താവേണ്ടത്. ഡോക്ടർ എന്നുള്ളത് ഞാൻ പറഞ്ഞ താത്താനെ കണ്ടിട്ട് ഞാൻ ഈ ഹോൾ ലൈഫ് എൻ്റെ താത്താനെ ഫോളോ ചെയ്ത് വന്ന ആളാണ്. അതായത് ഫുൾ അവൾ എടുക്കുന്ന ഈ 8ാം ക്ലാസ്സിന് ചോയ്സ് സബ്ജക്റ്റ് എടുക്കണം, അതും ഓൾ എടുത്ത് തന്നെ പോയി. പിന്നെ സയൻസ് എടുക്കണമെന്നതൊക്കെ ന്യൂയുടെ ബാക്കിൽ, അതായത് താത്താൻ്റെ ബാക്കിൽ നടന്ന ഒരാളാണ് ഞാൻ. അത് കഴിഞ്ഞിട്ട് MBBS. അപ്പം ഞാൻ വിചാരിച്ചു ഇപ്പോൾ എന്തായാലും ഡോക്ടർ ഓളായതല്ലേ, ആവാൻ പറ്റുന്ന കാര്യമുള്ളൂ, എനിക്കും ആവാൻ പറ്റും എന്നൊക്കെ വെച്ചിട്ട് ഞാൻ +1 ഞാൻ അങ്ങനെ ആലോചിച്ച് ഡോക്ടർ ആവാമെന്ന് ഞാൻ എഴുതി വെച്ചു. പിന്നെ മാഡം പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്പെസിഫിക് ആയിട്ടുള്ള അതായത് ഡോക്ടർ മാത്രമല്ല, അത് ഡോക്ടർ ആണെന്നുണ്ടെങ്കിൽ എന്തിനാ ഡോക്ടർ, അതും കൂടെ എഴുതി വെക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ കുറേ ഇരുന്ന് ആലോചിച്ചിട്ട് എഴുതിയതാണ്.
ഐ വോണ്ട് ടു ബി ഓർത്തോപെഡിക് സർജൻ. പഠിച്ചോലെ ഇപ്പം ആലോചിക്കുമ്പോൾ അത് വല്ലാത്തൊരു പൊട്ടത്തറിയായിരുന്നു. അത് ഓർത്തോപെഡിക്സ് എന്നാൽ എല്ല് വിഭാഗം. അന്ന് അത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊരു ഇപ്പം 8 കൊല്ലമൊക്കെ ആയിട്ടുണ്ടാവും. 2 കൊല്ലം കൂടി കഴിഞ്ഞാൽ അത് ആവേണ്ട സമയമായി. പക്ഷേ എൻ്റെ ചോയ്സ് ഇപ്പം വേറെയാണ്. അപ്പം പിന്നെ എൻ്റെ ചോയ്സ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ചോയ്സ് സ്വന്തം ചോയ്സ് ആയിരിക്കണം. അപ്പം എനിക്കിപ്പോൾ നീറ്റ് പി ജിയിൽ ഇപ്പോൾ 26 റാങ്ക് കിട്ടിയതിന് ശേഷം കുറേ ആൾക്കാർ എന്നോട് പലതും എടുക്കാൻ പറയുന്നുണ്ട്. പക്ഷേ MBBS കയറിയതിന് ശേഷം ഉള്ള എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ജനറൽ മെഡിസിനിലെ ഡോക്ടർ ആവണം. കാരണം എൻ്റെ ഇന്റേൺഷിപ്പിൻ്റെ സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായ ഒരു സ്ഥലം മെഡിസിൻ ആയിരുന്നു. അത് നമുക്കൊരു ഡിഫറൻസ് മേക്ക് ചെയ്യാൻ പറ്റിയ ഡിപ്പാർട്ട്മെന്റ് മെഡിസിൻ ആയിരുന്നു. 26 കിട്ടിയപ്പോൾ പലരും എന്നോട് പറഞ്ഞു റേഡിയോളജി എടുക്കണം എന്നൊക്കെ. പക്ഷെ ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ആണ് മെഡിസിൻ എടുക്കുന്നത്. ശരിയാണോ തെറ്റാണോ എന്നൊക്കെ പഠിച്ചതിന് അറിയാം. പക്ഷെ എൻ്റെ ഒരു ആഗ്രഹം അതാണ്, പണ്ടേ ഉള്ള ആഗ്രഹമാണ്. അപ്പം റാങ്ക് കിട്ടിയെന്ന് വെച്ചിട്ട് ഞാൻ എൻ്റെ ചോയ്സ് മാറ്റുന്നില്ല. അപ്പം നിങ്ങൾക്കൊക്കെ ഒരു ആഗ്രഹം വെച്ച് പഠിച്ച് നിങ്ങൾ എവിടെയെങ്കിലും എത്തിയാൽ എനിക്ക് തോന്നുന്നത് അതിൻ്റെ അപ്പുറത്ത് നമുക്ക് കിട്ടാനൊന്നുമില്ല. പിന്നെ ഫാമിലിയിലൊക്കെ കൂടെ കൊണ്ടുപോകണം. എൻ്റെയും കല്യാണം കഴിഞ്ഞു. എന്നോട് ആ സമയത്ത് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പൊ കല്യാണം കഴിക്കല്ലേ, PG എക്സാം എഴുതിയിട്ട് കഴിച്ചാൽ മതിയില്ലേ എന്നൊക്കെ എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും കുറെ ഫാമിലീസിൽ കുറെ ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ ഉമ്മ ജീവിതമാണ് ഇമ്പോർട്ടൻറ്റ്, ഈ കരിയറും വേണം, അതിൻ്റെ കൂടെ ഒരു ഫാമിലിയും കൂടി വേണം. പിന്നെ എന്തായാലും ഇങ്ങനൊരു പ്രപ്പോസൽ വന്നപ്പോൾ സാറെ കണ്ടിട്ട് തന്നെയാണ് ഞാൻ ഈ കല്യാണം കഴിച്ചത്. അതായത് എനിക്ക് പിന്നെ എൻ്റെ കരിയർ ഒന്ന് സെറ്റാക്കാമല്ലോ, എല്ലാം കൂടി കണ്ടിട്ടാണ് ഞാൻ കല്യാണം കഴിച്ചത്. എന്തായാലും അൽഹംദുലില്ലാഹ് ഇപ്പോൾ നല്ലൊരു പൊസിഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊരു ഡെസിഷൻ എടുക്കുക, അവിടേക്ക് പോവാൻ നിങ്ങൾ നോക്കുക. പിന്നെ വർക്ക് ചെയ്താൽ കിട്ടാതെയൊക്കെയാണല്ലോ ഒന്നുമില്ല. 26 എന്നുള്ളത് ഒരു ചെറിയ ഡ്യൂറേഷൻ കൊണ്ട് എന്നെ കൊണ്ട് പറ്റി. അത് ഭയങ്കര സ്മാർട്ടായിട്ടോ ഇൻ്റലിജൻ്റ് ആയിട്ടോ ഒന്നുമല്ല. ഞാൻ ബ്രേക്ക് എടുക്കാതെ രാവിലെ മുതൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഉറക്കം ഒന്നും കളയേണ്ട ആവശ്യമൊന്നുമില്ല. ഇവർ പറഞ്ഞ പോലെ ഉറക്കമൊക്കെ ഞാൻ ഒരു 6 to 8 hours ഞാൻ ഉറങ്ങിയിട്ടുണ്ട്. പക്ഷെ വർക്ക് ചെയ്യുന്നത് നല്ല ഡയറക്ഷനിൽ വർക്ക് ചെയ്യുക, എല്ലാം പറ്റാവുന്നുള്ളൂ. എല്ലാം ഫസ്റ്റ് ചാൻസിൽ ഗോയിങ്ങിൽ വേഗം എടുത്ത് പറ്റാവുന്ന സംഭവമേ ഉള്ളൂ. അതൊക്കെ നിങ്ങൾ ട്രൈ ചെയ്യുക. എന്തായാലും ഇത്രയ്ക്ക് തന്നെ പറയാനുള്ളൂ.